അറിയുള്ളൂ. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി കോൺഗ്രസിന് മനസ്സിലാകാതെ പോകുന്നത്? ഇനിയും രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഈ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരും അല്ലെങ്കിൽ പൊതു നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുമ്പോഴും അത് കോൺഗ്രസിന് ബോധ്യപ്പെടാതെ പോവുകയാണോ? അഭിലാഷെ, അത്തരത്തിൽ കോൺഗ്രസിന് യാതൊരു തരത്തിലുമുള്ള ആശങ്കയുടെ അടിസ്ഥാനമില്ല. ഇവിടെ വല്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ വേട്ടയാടാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ, കോൺഗ്രസിനെ കൂട്ടായി ആക്രമിക്കാനൊക്കെ ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ അഭിലാഷിനോട് വളരെ കൃത്യമായി ചോദിക്കാം. ഇവിടെ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുകേഷിന്റെയും കാര്യം രണ്ടാണ് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധിയൊക്കെ വ്യക്തമാക്കി. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട്, അതായത് ജനപ്രാതിനിധ്യ നിയമം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ ഒരു MLA, ഒരു ജനപ്രതിനിധി അയോഗ്യനാകത്തക്ക വിധത്തിൽ എന്തൊക്കെ കാരണത്താലാണ് അയോഗ്യനാകുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായി സെക്ഷൻ 7 മുതൽ സെക്ഷൻ 10A വരെ വളരെ വ്യക്തമായി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫൈ ആകാം എന്ന് സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കൺവെക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിലാണ് അത്തരത്തിൽ MLA പദവി അടക്കം ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മന്ത്രി പദവി രാജിവെച്ചിട്ടുണ്ട്. CAK അടക്കം മന്ത്രി പദവികൾ രാജിവെച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം MLA പദവി രാജിവെച്ചു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ ഹിയർസേ ആണ്. ആരും വ്യക്തമായ തരത്തിലുള്ള ഒരു പരാതിയുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഒരു പോലീസ് കംപ്ലൈന്റ് അദ്ദേഹത്തിനെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു FIR കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ല. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് ഒരു ആരോപണം ഉയർന്നു, ഓഡിയോ സന്ദേശങ്ങൾ വന്നു, ഇത്തരത്തിൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു. അതിന്റെ ആധികാരികത അടക്കം താങ്കൾ പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ സാങ്കേതികത്വം എനിക്കും ബോധ്യപ്പെടും, എങ്ങനെയാണ് ഒരു MLAക്ക് ആ പദവി നഷ്ടമാകുന്നത് എന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതാണല്ലോ ശ്രീകുമാർ മനയെ സൂചിപ്പിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് ഇത് ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നല്ല. പക്ഷേ മാധ്യമങ്ങൾക്കടക്കം അറിയാമല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരാൾ ഒരിരയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിനോ വെളിപ്പെടുത്തലിനോ തയ്യാറാകാതെ നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പറയുന്ന പരാതി സാങ്കേതികമായില്ല, ഇത് മാധ്യമങ്ങളല്ല വാർത്ത സൃഷ്ടിച്ചത് എന്ന് താങ്കളെ ഓർമ്മപ്പെടുത്തട്ടെ. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു യുവതി, അതും മകളെപ്പോലെ, തനിക്ക് മകളെപ്പോലെ വേണ്ടപ്പെട്ടവൾ എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, VD സതീശനാണ്. അങ്ങനെ ഒരു പെൺകുട്ടി വന്ന് വെളിപ്പെടുത്തുമ്പോൾ അതാണ് പിന്നീട് വാർത്തയാകുന്നത്. അതിന് പിന്നാലെയാണ് നിരവധി സ്ത്രീകളുടെ ഇന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിൻ്റെ ശബ്ദം അടക്കം പുറത്തുവിടുന്നു. അത് ആ വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ആ ഏത് പെൺകുട്ടിയോട് ഏത് യുവതിയോട് എന്നതൊക്കെ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നത്. അഭിലാഷേ, എനിക്ക് പറഞ്ഞതൊന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങളാണ് ആരോപണം ഉയർത്തിയത് എന്നല്ല പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ആരോപണം വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ ഇത്തരം ഉയർന്ന ഘട്ടത്തിൽ ആരോപണ വിധേയൻ എന്നുള്ള നിലയിൽ ആ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് മണിക്കൂറുകൾക്കകം, അങ്ങേക്ക് അറിയാമല്ലോ, മണിക്കൂറുകൾക്കകം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചിട്ടുണ്ട്. പാർട്ടി അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചു. പാർട്ടിയും ആ തീരുമാനത്തോടൊപ്പം നിന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി, അതല്ലേ വേഗത്തിൽ ഒരു സംഘടനയ്ക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം. അതിനപ്പുറത്തേക്ക് MLA പദവി രാജിവെക്കണമെന്ന് ശാസ്ത്രി പിടിക്കുമ്പോഴാണ് അതിന് ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. ഇവിടെ തന്നെയാണ് വേർ ഈസ് ദ കംപ്ലൈന്റ്. അത് പ്രസക്തമല്ലേ? താങ്കൾ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഒഴിഞ്ഞു, ശരിയാണത്. പക്ഷേ ശ്രീ ഷാനിബ്, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഇത്തരം നിലപാടുകളുമായി അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും മനോവൈകൃതം എന്ന് തന്നെ ഇതിനെ പറയേണ്ടതുണ്ട്. കാരണം കൂടുതൽ വെളിപ്പെടുത്തലുകളും മറ്റു വിവരങ്ങളും ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. പക്ഷെ പുറത്തു വന്നതിൽ തന്നെ ഇത് വ്യക്തമാണല്ലോ. ഒരു കോൺഗ്രസ് പ്രവർത്തകന്
ചേരുന്ന തരത്തിലുള്ള പെരുമാറ്റമോ ഇടപെടലോ സ്ത്രീകളോടുള്ള മനോഭാവമോ ആണോ രാഹുൽ പങ്കുവെക്കുന്നത് എന്നത് ഈ വെളിപ്പെടുത്തലുകളിലൂടെ വ്യക്തമാണ്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന ജനപ്രാതിനിധ്യ നിയമം എന്നതിനപ്പുറത്ത് പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് പ്രസക്തിയില്ലേ? ആ പാർട്ടിയിലെ ഒരു പ്രവർത്തകന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? അയാളുടെ സ്വഭാവം എന്തായിരിക്കണം? അയാൾ ഒരു കോൺഗ്രസിന്റെ ലേബലിലുള്ള MLA ആയിരിക്കുമ്പോൾ അയാൾ പുലർത്തേണ്ട മാന്യത, സഭ്യത ഒക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയുമില്ലേ? എന്നോടാണ് ചോദ്യം എന്ന് താങ്കളോടാണ് ചോദ്യം. ഞാൻ വളരെ കൃത്യമായി തന്നെ അതിലേക്കാണ് പറഞ്ഞത്. അപ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. സ്വാഭാവികമായിട്ടും ഒരു സംഘടന എന്നുള്ള രീതിയിൽ, സംഘടന എന്നുള്ള തലത്തിൽ കോൺഗ്രസിന് ഇടപെടാൻ കഴിയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി, ഏറ്റവും സുപ്രധാനമായ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടന എന്നുള്ള നിലയിൽ അതിന്റെ അധ്യക്ഷ പദവി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു വഹിച്ചിരുന്നത്. അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഭിലാഷെ, ഒരു സ്ത്രീ പേര് പോലും പറയാതെ ആരോപണം നടത്തിയപ്പോ മണിക്കൂറുകൾക്കകം ശ്രീ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിലൂടെ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്, മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത് എന്നങ്ങ് മനസ്സിലാക്കണം. ഇതേ സാഹചര്യത്തിൽ തന്നെ അപ്പുറത്ത് തന്നെ സംഭവിക്കുന്നത്, അങ്ങ് അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. CPM നേതൃത്വം ഈ വിഷയത്തിൽ താങ്കൾ ഉദാഹരണമായി പറയാൻ പോകുന്ന പേരുകൾ ഇപ്പോൾ അത് മുകേഷിന്റേതാകാം, ഗണേഷിന്റേതാകാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഉദാഹരണമായി പറയുന്ന ഇല്ലില്ല അഭിലാഷെ, അതിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, ഞാൻ അങ്ങ് പറഞ്ഞ പേരുകളിലേക്ക് ഇപ്പൊ പോകുന്നില്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി 2-ാം തീയതി നടത്തിയ ഒരു പ്രസ്താവന ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുകേഷ് MLA ആയി തുടരും, കേസിൽ കോടതി തീരുമാനം വരട്ടെ, അന്തിമ തീരുമാനം വന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കൂ. ഫെബ്രുവരി 2-ാം തീയതി 2025 നടത്തിയ പ്രസ്താവനയാണ്. അവിടെ നിന്ന് ഓഗസ്റ്റ് 22, 2025 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ഘട്ടത്തിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് പൊതു ആവശ്യം. തെളിവുകൾ സഹിതം മറ്റൊരു നേതാവിനും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. ഗോവിന്ദൻ മാസ്റ്ററിന്റെ 2 പ്രസ്താവനയാണ്. എന്റെ അഭിലാഷേ, ഇത് പൂർണ്ണമായും വ്യക്തമല്ലേ? ഇതിൽ കൂടുതൽ എന്ത് ക്ലാരിറ്റിയുടെ ആവശ്യമാണ്? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇവിടെ ഇരട്ടത്താപ്പ് സമീപനമാണ്. CPMനോടൊപ്പം ചേർന്ന് നിന്നാൽ ഇതെല്ലാം വെള്ളപൂശും, എല്ലാം ക്ലിയർ ആണ്. അത് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യുന്നു. അതായത് CPIM ചെയ്യുന്നില്ല, BJP ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണോ? ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ നേരത്തെ ശ്രീകുമാർ മനയിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന സാഹചര്യമല്ലേ? പാർട്ടിക്കകത്ത് തന്നെ വലിയൊരു വിഭാഗം ഇങ്ങനെ ഒരു MLA വേണ്ട എന്ന നിലപാടിലല്ലേ? എന്തുകൊണ്ടാണ് തൗഫീഖ് ഇന്നിപ്പോൾ 5 മണിക്ക് മുമ്പ് വാർത്താ സമ്മേളനം ഉണ്ടാകും, 5 മണിയോടുകൂടിയെങ്കിലും മാധ്യമങ്ങളെ കാണും എന്നാണല്ലോ പ്രതീക്ഷിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടം തന്നെയാണല്ലോ മാധ്യമപ്രവർത്തകരോട് എത്താൻ പറഞ്ഞത്. ആ വാർത്താ സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നുവെങ്കിൽ തീർച്ചയായും പാർട്ടിക്കകത്ത് ഇത് വലിയ തോതിൽ പുകയുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, ഈ വാർത്താ സമ്മേളനം സംബന്ധിച്ച് ഇപ്പോ നിങ്ങളുടെ വാർത്തകളിലൂടെ അടക്കം, ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങിവിടെ സ്വാഭാവികമായിട്ടും പറഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെയും ആവശ്യമില്ല അഭിലാഷേ. ഇവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം, കേരളത്തിന്റെ KPCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് MLA അടക്കം, ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP അടക്കം, ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും, ശ്രീ അടക്കം ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഘട്ടത്തിൽ വ്യക്തത വരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരും ഒളിച്ചോടി ഒരു സമീപനമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നതിന് മുമ്പ് ദീപാദാസ് മുൻഷിയുടെ പ്രതികരണവും ഷാഫി പറമ്പിലിന്റെ പ്രതികരണവും VD സതീശന്റെ പ്രതികരണവും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഈ ചർച്ച ആരംഭിച്ചത് അവരുടെ പ്രതികരണങ്ങളിലൂടെയാണ്. അതിൽ ദീപാദാസ് മുൻഷി എന്താണ് പറയുന്നത്? ഒരു പരാതിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല, ഇത് അടഞ്ഞ അധ്യായമാണ്, ഈ വിവാദം അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുന്നു. ഷാഫി പറമ്പിൽ ഏതാണ്ട് താങ്കൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. FIR ഉണ്ടോ, കോടതി വിധിയുണ്ടോ, എഴുതി നൽകിയ ഒരു പരാതിയുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ആ മട്ടിലല്ല. ഇത് ഒരു തുടക്കം, അതായത് നടപടിയുടെ ആദ്യ നടപടി എന്നത് മാത്രമാണ്. അതിൽ നിന്ന് ഇനിയും നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങളിൽ പോലും ഉണ്ട് വൈരുദ്ധ്യം തൗഫീഖ്.
അഭിലാഷ ഒരു വൈരുദ്ധ്യത്തിന്റെയും ആവശ്യകതയില്ല, അത്തരത്തിലൊരു സംശയത്തിന്റെ പോലും പ്രസക്തിയില്ല. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വിഷയം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. പരാതി പോലും ഇല്ലാതിരുന്നിട്ടും മണിക്കൂറുകൾക്കകം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോ ഇത്രയുമാണ് വളരെ ക്ലിയർ ആയി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം CPM വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. അതായത് കോഴിയുമായി അടക്കുന്നതിന് പ്രകടനം നടത്തുന്നതിനെ അടക്കം അദ്ദേഹം വിമർശിച്ച ഹാസ്യാത്മകമായി വളരെ ക്ലിയർ ആണ് അദ്ദേഹം പറഞ്ഞത്. കോഴി ഫാം നടത്തുന്ന ആളുകളാണ് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളുമായി വരുന്നത് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്കാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോ കേരളത്തിലെ KPC പ്രസിഡന്റിനോ ഇല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് നേതാക്കൾക്കോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ ആർക്കും തന്നെ ഇതിനു മുമ്പ് അവർക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാധ്യമങ്ങളെ കാണും എന്ന് പറയുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിരിക്കും. അത് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് അങ്ങനെ തൗഫീഖ് പറയരുത്. ശരിയാണ്, മാധ്യമങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ പിന്നാലെ പോകാറുണ്ട്, സാമൂഹിക വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ അവരുടെ പ്രതികരണം തേടാറുണ്ട്, അതിനെ പൊതുസമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ വലിയ വിമർശനമൊക്കെ ഉയരാറുണ്ട്, അതിനെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ട്. പല ചടങ്ങിലും പങ്കെടുക്കുമ്പോൾ മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നൊക്കെ പബ്ലിക്കിൽ നിന്ന് ഞങ്ങളോടും ചോദ്യങ്ങൾ ഉയർത്താറുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളിൽ ഇവരുടെ മറുപടി എന്ത് എന്നത് ഇമ്മീഡിയറ്റായി ഞങ്ങൾ തിരയാറുണ്ട്, അത് ഞങ്ങളും സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യപ്രകാരമാണ് തൗഫീഖ് മാധ്യമങ്ങൾ എത്തിയത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനത്തിന് വിളിച്ചതിന് ശേഷമാണ് എത്തിയത്. ആ വാർത്താ സമ്മേളനമാണ് മാറ്റിവെക്കുന്നത്, അല്ലാതെ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ട വാർത്താ സമ്മേളനമല്ല. അഭിലാഷെ, മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ തന്നെ കാണും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. നിങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം ഈ വിമർശനം വന്ന ഘട്ടത്തിൽ മണിക്കൂറുകൾക്കകം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത് മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടറുമായി സംസാരിച്ച ശേഷം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷമാണ് അദ്ദേഹം പോയത്. അല്ലാതെ അദ്ദേഹം ഒളിച്ചോടുന്ന ഒരു സമീപനവും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടി നിലപാട് പറയേണ്ട ആരാണ്? KPC പ്രസിഡന്റ് അല്ലേ? മുന്നണിയുടെ നിലപാട് MLA ആണ് അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് ഇവർ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരണം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ലേ? സ്വാഭാവികമായിട്ടും മറ്റ് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണേണ്ട ഘട്ടം വരുമ്പോ, മാധ്യമങ്ങളെ കാണേണ്ട സമയം വരുമ്പോ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കും. ശ്രീ ഷാനിബ്, താങ്കൾ